കുയിലായി ചവച്ചു തിന്നുന്നു. ബാല്യകാല സഖി അകത്താക്കി, ശബ്ദങ്ങൾ ഇപ്പൊ അകത്താക്കും. ഹേ അജസുന്ദരി, ആ പുതപ്പ് തിന്നരുത്, അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പി എന്റെ പക്കലില്ല. ഉമ്മ, എന്താ എന്റെ ബഷീറേ, എന്തിനാ കടന്നിങ്ങനെ തൊള്ളവർക്കിന്? നമ്മുടെ ചെവിക്ക് ദീനക്കേട് ഒന്നുമില്ല. നമ്മുടെ ചെവി പൊട്ടിപ്പോയി. എന്തേനു കാര്യം? ഉമ്മ ഇതൊക്കെ, ഇത് ആരുടെ ആടാ? ഇതോടെ പാത്തൂന്റെ ആടല്ലേ? ഓളുടെ ആടിനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം. ഓള് വരുന്നുണ്ട്. എന്താ അവിടെ ഉമ്മി മോനും കൂടി ഒരു വർത്താനം? ഇന്നടി തിന്നോ? ഹല്ലുമ്മ, നിങ്ങൾ എന്റെ ആടിന് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാറുണ്ടോ? കഞ്ഞിവെള്ളം എന്റെ ആട് കൊടുത്ത കടലാസും പുസ്തകവും കണ്ട പണ്ടാരങ്ങളൊക്കെ തിന്നിക്കണേ. എന്നിട്ടാ നീ കഞ്ഞിവെള്ളം. ഇവിടെ 100 കൂട്ടം പണിന്റെ മനസ്സിലെ അപ്പയാ എന്റെ ആട്. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പ കാണാം. ഒറ്റ എണ്ണത്തിനും ഞാൻ എന്റെ ആടിന്റെ പാല് തരൂല. അമ്പടെ പുളിസോ. എടി പാത്തു, നിന്റെ ആടിന്റെ 2 പുസ്തകങ്ങളാ തിന്നത്. അങ്ങനെ പറയല്ലേ പെല്ലിക്കാക്ക, എന്റെ ആട് അങ്ങനെ ഒന്നും ചെയ്യൂല. എന്താ പാത്തപ്പന്റെ മോറ് കടന്നിലെത്തിയ പോലെ? എന്താ നമ്മക്ക് മാത്രമുള്ള സ്വാതന്ത്ര്യം ആടിനും ഇല്ലേ? ബാ ആടെ, നമ്മക്ക് പോകാം.